ദയവ് ചെയ്ത് നിങ്ങൾ ഞാൻ പറയുന്നത് സമാധാനത്തോടെ കേൾക്കണം. ഞാൻ കണ്ട സ്വപ്നത്തിൽ പോലെ തന്നെയാണല്ലോ ഡോക്ടറും പറയുന്നത്. ദൈവമേ, രാജുവിന്റെ തലക്കേറ്റ പരിക്കും സ്പൈനൽ കോഡിലെ ഡാമേജും വളരെ ഡേഞ്ചർ ആയിരുന്നു. ഓപ്പറേഷൻ ഭംഗിയായി കഴിഞ്ഞു. പക്ഷേ ഒന്നും പറയാറായിട്ടില്ല. രാജുവിന്റെ ഹെൽത്ത് കണ്ടീഷൻ ഇപ്പോഴും കുറച്ച് ഡേഞ്ചർ സോണില്ല. അതെ, നീ സമാധാനപ്പെട്. അവൻ തിരിച്ചു വരണ്ടാതെ. ഡോക്ടർ, രാജുവിനെ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറ്റണോ? ഡോക്ടർ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഈ ലോകത്തുള്ള ഏത് ഹോസ്പിറ്റലിലേക്കാണെങ്കിലും ഞാൻ അവനെ കൊണ്ടുപോയിക്കൊള്ളാം. വർമ്മ സാറിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയാം. ബട്ട് രാജുവിന്റെ ഈ കണ്ടീഷനിൽ ഒരു ചെറിയ യാത്ര പോലും റിസ്ക് ആണ്. രാജുവിന്റെ ഹെൽത്ത് കണ്ടീഷൻ ഞങ്ങളുടെ ടീം മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. ലെറ്റ് us hope for the best. ഓക്കെ, താങ്ക് യു ഡോക്ടർ. വർമ്മ സാറേ, നമുക്കവനെ തിരിച്ചു കിട്ടുമോ വർമ്മ സാറേ? നമുക്ക് പ്രാർത്ഥിക്കാൻ വേണോട്ടാ. നമുക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കാം. വേണുങ്ങളെ, ഡോക്ടർ പറഞ്ഞത് കേട്ട് നിങ്ങൾ പേടിക്കണ്ട. രാജുന് ഒന്നും സംഭവിക്കില്ല. രാധമ്മേ, എന്റെ രാജു തിരിച്ചു വരും, എനിക്കുറപ്പാ. നിങ്ങൾ എല്ലാവരും ധൈര്യമായിട്ടിരിക്കും. എന്റെ രാജുവിന് നിങ്ങളെ ആരെയും തനിച്ചാക്കി ഈ ലോകത്തുനിന്ന് പോകാൻ കഴിയില്ല. വേണുങ്ങളുടെ പിരിഞ്ഞ് രാജു പോകുന്നു വേണുങ്ങളുടെ തോന്നുന്നുണ്ടോ? രാധമ്മയെ പിരിഞ്ഞ് രാജുന് പോകാൻ പറ്റുമോ? പ്രിയച്ചി, നിങ്ങളാരും എന്താ ഒന്നും മിണ്ടാത്തെ? ഋതിക, ഡോക്ടർ പറഞ്ഞത് ഋതിക കേട്ടതല്ലേ? ഡോക്ടർ അങ്ങനെ പറഞ്ഞു വെച്ച് രാജു തിരിച്ചു വരും. എന്റെ രാജുവിന് ഒന്നും സംഭവിക്കില്ല. രാധമ്മേ, ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവാ. എന്റെ രാജുവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇനി ഇവളുടെ പിന്നാലെ അമ്പലത്തിന്റെ അകത്തേക്ക് കയറി പോണം. എന്തിന്? അവിടെ പോയി അവളുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വരട്ടെ. അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഞാൻ എന്ത് പാപം ചെയ്തിട്ട് എന്നെങ്ങനെ പരീക്ഷിക്കുന്ന?
ഒരു ഉറുമ്പിനെ പോലും ഞാൻ ഇതുവരെ നോവിച്ചിട്ടില്ല. പിന്നെ പിന്നെ എന്നോട് എന്തിനാ ഈ ക്രൂരത? എന്റെ പെറ്റമ്മയെ എന്നിൽ നിന്നും അകറ്റി എന്റെ അച്ഛന്റെ സ്നേഹം ലഭിക്കാൻ എനിക്ക് ഇതുവരെ ഭാഗ്യം തന്നില്ല. സന്തോഷിച്ചു അയാൾ. അതുകൊണ്ടല്ല, അവന്റെ പരിമിതികളെ ഓർത്താണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. അത് മനസ്സിലാക്കാതെ ഒടുവിൽ എന്റെ കഴുത്തിൽ രാജു താലി കെട്ടിയെന്ന് എനിക്കെല്ലാവരോടും നുണ പറയേണ്ടി വന്നു. അങ്ങനെ രാജുവിനും ഞാൻ കാരണം എന്റെ അച്ഛന്റെ വെറുപ്പ് സമ്പാദിക്കേണ്ടി വന്നു. അവൻ ആഗ്രഹിക്കാത്ത ദിശകളിലേക്ക് അവന്റെ ജീവിതം കൊണ്ടുപോവേണ്ടി വന്നു. ശരിക്കും ശിക്ഷിക്കേണ്ടത് എന്നെയല്ലേ? ഞാനല്ലേ തെറ്റ് ചെയ്തത്? പിന്നെ പിന്നെ എന്തിനാ അവനെ ശിക്ഷിച്ചത്? ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. എനിക്ക് എന്റെ രാജുവിനെ തിരികെ വേണം. എന്തായടാ മോനെ, അവൻ തീർന്നോ? ഇല്ല അമ്മേ, ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുന്നതുവരെ അവനവിടെ വലിച്ചു വലിച്ച് കിടക്കുമായിരുന്നു. ഇനി പോയി നോക്കിയാലേ എന്തായെന്ന് അറിയാൻ പറ്റൂ. നീ എന്തിനാടാ ആശുപത്രിയിൽ നിന്ന് മാറിയേ? നിന്നോട് ഞാൻ അവിടെ തന്നെ ഉണ്ടാവണമെന്ന് പറഞ്ഞല്ലേ? എന്റെ പൊന്നമ്മേ, ഞാൻ ഈ സമയത്തെ ചായ സ്നാക്സ് കഴിക്കാൻ വന്നതല്ല. ഞാൻ അവളെ ഫോളോ ചെയ്ത് വന്നതാ. ഋതികയോ? അല്ല, അവളെവിടെ പോയതാ? എന്റെ അമ്മേ, അവളുടെ ജാതകം തിരുത്തി എഴുതാനുള്ള എഴുത്താണ് എനിക്ക് കിട്ടിയമ്മേ. എന്താ നീ പറഞ്ഞേ? എനിക്കൊന്നും മനസ്സിലായില്ല. ആ വിവരം കെട്ടവള് അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ക്ഷേത്രത്തിൽ വന്നു. ക്ഷേത്രത്തിൽ നിന്ന് അവള് അവളുടെ പ്രാണനാഥന് വേണ്ടി മനസ്സൊരുക്കി അങ്ങ് പ്രാർത്ഥിച്ചപ്പോ അവളുടെ പ്രാർത്ഥന ദൈവം കേൾക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. കേൾക്കാൻ പാകത്തിന് നല്ല വൃത്തിയായി അവള് ചില ഏറ്റുപറച്ചിലുകൾ നടത്തി. എന്നിട്ട് എല്ലാം ഞാൻ എന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അവളുടെ ദിവ്യ പ്രണയത്തിന്റെയും എല്ലാ നാടകത്തിന്റെയും ക്ലൈമാക്സ് ഇപ്പൊ നമ്മുടെ കയ്യിലമ്മേ. കരക്കിയുടെ മോനെ. രാജു ഉടനെ തീരും. പിന്നെ വിധവ ചമഞ്ഞ് അവളെ വിവാഹം വേണ്ടാന്ന് പറഞ്ഞാലും എന്റെ കയ്യിലുള്ള വീഡിയോ അമ്മാവനെ കാണിച്ച് അവളെ എനിക്ക് താലി കണ്ടു. നമ്മുടെ സമയം തെളിഞ്ഞട മോനെ. ദൈവത്തിനോട് പ്രാർത്ഥിച്ചത് ഋതികയാണെങ്കിലും ദൈവം ഇപ്പൊ നിൽക്കുന്നതേ എന്റെ കൂടെയാ. ഇനി എല്ലാം എന്റെ കയ്യിലേക്ക് വരാൻ അധികം സമയമില്ല അമ്മേ. ഋതികയുടെ ഭാവി എങ്ങനെ വേണോന്ന്
ഇനി ദീപക് തീരുമാനിക്കും. കുടുംബത്തിന്റെ പേരും പ്രതാപവും പ്രതാപവർമ്മയും ഇനി മുതലേ ഈ ദീപകിന്റെ കാൽച്ചൂട്ടിലായിരിക്കും. ഡോക്ടർ പറഞ്ഞത് നിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞ് എന്തെങ്കിലും പറയാനാവൂന്ന്. 1 മണിക്കൂർ കഴിഞ്ഞു. ഡോക്ടർ എന്ത് പറയുമെന്ന് ടെൻഷൻ അടിച്ച് എല്ലാവരും പുറത്തിരിപ്പുണ്ട്. നിനക്ക് ഞങ്ങൾ ആരെയും വേണ്ടേ രാജു? ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് നീ ദൂരേക്ക് പോകാൻ തീരുമാനിച്ചോ? അങ്ങനെ പോവാൻ നിനക്കാവൂ രാജു? നിന്നെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ? നീയല്ല എന്റെ കഴുത്തിൽ താലി കെട്ടിയതെന്ന് അച്ഛനോട് പറയാൻ നല്ല തിടുക്കുമായിരുന്നല്ലോ. അച്ഛന്റെ പുറത്തു നിൽപ്പുണ്ട്. ചെന്ന് അച്ഛനോട് പറയും ഞാൻ നിന്റെ ഭാര്യയല്ലെന്ന്. നീ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് സ്നേഹിക്കുന്ന ആരാധിക്കുന്ന എന്റെ അച്ഛന്റെ വിശ്വസ്തനായിരുന്നില്ലേ നീ? ആ വിശ്വാസം കാത്തു സൂക്ഷിച്ച ആള് തന്നെയാ നീ എന്ന് ചെന്ന് അച്ഛന്റെ മുഖത്ത് നോക്കി പറ. എണീക്ക് രാജു, കണ്ണു തുറന്നു എണീക്ക് പ്ലീസ് രാജു. ഞാൻ ക്ഷേത്രത്തിൽ നിനക്ക് വേണ്ടി പൂജ നടത്തി പ്രസാദം ഇത്. നിന്റെ നെറ്റിയിലെ പ്രസാദം തൊടിക്കാന് ഞാൻ ഡോക്ടറിനോട് അനുവാദം ചോദിച്ചിട്ടുണ്ട്. നീ വെറും പാവാണെന്ന് എനിക്കറിയാം രാജു. നിന്റെ മനസ്സ് ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ആള് ഞാനായിരിക്കുമല്ലേ? നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു രാജു, ഒരുപാട് സ്നേഹിച്ചു പോയി. എനിക്ക് നിന്നെ പിരിയാൻ കഴിയില്ലട. എന്നെ വിട്ട് പോലെ രാജു. എനിക്ക് നിന്നെ വേണം, നിന്റെ സ്നേഹം വേണം. ഈ ജന്മെങ്കിലും എനിക്ക് നിന്റെ ഭാര്യയായിട്ട് നിന്റെ സ്നേഹം അനുഭവിക്കാൻ ഭാഗ്യം ഉണ്ടാവണം. എന്നെ വിട്ട് പോവാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല രാജു. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ കണ്ണോർക്കത്തതെന്താ? അപ്പൊ നിനക്കെന്നെ വേണ്ടല്ലേ? എന്നെ തനിച്ചാക്കി നിനക്ക് പോണമല്ലേ? ഇല്ല രാജു, എന്റെ പ്രണയം സത്യമുള്ളതാ. ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും ഞാൻ നിന്നെ സ്നേഹിക്കുന്ന. നിന്റെ പ്രാണൻ ഈ ശരീരം വിട്ടു പോയാ പിന്നെ ഈ ഹൃതികൻ ജീവിച്ചിരിക്കില്ല. എന്റെ അച്ഛൻ പ്രതാപവർമ്മയെ മനസ്സിൽ വിചാരിച്ച് ആണയിട്ട് ഞാൻ പറയുന്നു, നീ മരിച്ച അടുത്ത നിമിഷം
ഈ ഋതികയും മരിച്ചിരിക്കും. രാജു, എനിക്കറിയാം എന്നെ വിട്ട് നിനക്ക് പോകാനാവില്ല. നിന്നെ സ്നേഹിക്കുന്നവരെ തനിച്ചാക്കി നീ നീ എവിടെയും പോവില്ല. ഐ ലവ് യു രാജു, ഐ ലവ് യു. രാജുവിനെ സുഖമായി തുടങ്ങിയെന്ന് ഞാൻ എല്ലാവരോടും പോയി പറയട്ടെ. എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ട് വരാം രാജു. ഞാൻ ഇവിടെ നിന്നൊക്കെ ഒരുപാട് അകലെയായിരുന്നു മാഡം. പരിചയമില്ലാത്ത ഏതൊക്കെയോ സ്ഥലങ്ങൾ, പരിചയമില്ലാത്ത ആളുകളുടെ പാളം, ശാന്തത, മരവിപ്പിക്കുന്ന കാഴ്ചകൾ. ഒടുവിൽ എല്ലാം ഇരുട്ടിലേക്ക് മറയാൻ തുടങ്ങിയപ്പോ ഞാൻ ഋതിക മാഡത്തിന്റെ ശബ്ദം ദൂരെ എവിടെ നിന്നോ കേട്ടു തുടങ്ങി. ആ ശബ്ദം കേട്ടിടത്തേക്ക് ഞാൻ വേഗത്തിൽ സഞ്ചരിച്ചു. അപ്പോ ഋതിക മാഡം കരയുകയായിരുന്നു. ഋതിക മാഡം സംസാരിച്ച വാക്കുകളിൽ നിന്നും എന്നെ ഋതിക മാഡം എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാനിപ്പോ ദാ കണ്ണു തുറന്നു. പക്ഷേ ഞാൻ ധർമ്മസങ്കടത്തിലാണ് മാഡം. മാഡത്തിനോടുള്ള കരുതലും ബഹുമാനവും, മാഡത്തിനോടുള്ള അടുപ്പവും സ്നേഹവും ഒരിക്കലും പ്രണയമാകരുതെന്ന് ആഗ്രഹിച്ച ആളാ ഞാൻ. എന്റെ ജീവനെ പോലും പിടിച്ചു നിർത്താൻ കൽപ്പുള്ള ഋതിക മാഡത്തിന്റെ ദൈവികമായ പ്രണയം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. പക്ഷേ ആ പ്രണയം അനുഭവിക്കാൻ ഞാൻ അർഹനാണോ എന്ന ചിന്ത എന്റെ മനസാക്ഷിയെ ചോദ്യം ചെയ്യുകയാണ് മാഡം. വർമ്മ സാറേ, ആ ഡോക്ടർ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, മെഡിക്കൽ സയൻസിന്റെ ഒപ്പം ആത്മാർത്ഥമായ പ്രാർത്ഥന കൂടി ചേരുമ്പോ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന. ആ അത്ഭുതം സംഭവിച്ചു. രാജുവിന്റെ ആരോഗ്യം സാധാരണ നിലയിലേക്ക് തിരിച്ചു വരാനുള്ള എല്ലാ ലക്ഷണങ്ങളും കാണിച്ചു തുടങ്ങി. താങ്ക് യു ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. ഏയ്, നന്ദി വാക്കിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, പാതി എന്റെ കയ്യിൽ, ബാക്കി പാതി ദൈവത്തിന്റെ കയ്യിലും. എനിക്ക് അത്യാവശ്യം ഒരു ഡൽഹി വരെ ഒന്ന് പോണം. 2 മണിക്കാ ഫ്ലൈറ്റ്. രാജുവിന്റെ ചികിത്സയുടെ പാതി ക്രെഡിറ്റ് അല്ല, ഫുൾ ക്രെഡിറ്റും ഡോക്ടർക്കാ. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ഉള്ളിലാ ദൈവം. ചികിത്സയ്ക്ക് പണത്തിന് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഡോക്ടറുടെ മുന്നിൽ സഹായത്തിന് വേണ്ടി വന്നു നിന്നാൽ എന്നെ അറിയിക്കാൻ ഒരു മടിയും കാണിക്കരുത്. ഞാൻ അറിയട്ടെ. ശരി. അല്ല, രാജുവിനെ കാണുന്നില്ലേ? അവന്റെ ആരോഗ്യം സുഖമായി തുടങ്ങിയില്ലേ? അത് കേട്ടപ്പോ തന്നെ എന്റെ മനസ്സ് നിറഞ്ഞു. അവൻ എണീറ്റ് നടക്കാൻ തുടങ്ങട്ടെ. ഡൽഹി യാത്രയ്ക്ക് ശേഷം ഞാൻ അവനെ കണ്ടോളാം. അമ്മേ, നീ വന്നോ? എങ്ങനെയുണ്ടായിരുന്നു മോനെ ഇലക്ഷൻ വർക്കൊക്കെ? ഇലക്ഷൻ വർക്ക് എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. നോട് നില നടന്നു ഉള്ള വെയിലെല്ലാം കൊണ്ട്. അമ്മ മോന് കുടിക്കാൻ കുറച്ച് തണുത്ത സംഭാരം എടുക്കട്ടെ? അമ്മേ പ്ലീസ്, അമ്മ ഇങ്ങനെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യല്ലേ. ചില നേരത്തെ അമ്മയുടെ വർത്താനം കേൾക്കുമ്പോ എനിക്കുണ്ടല്ലോ. നിനക്ക് ദേഷ്യം എരച്ചു കയറുന്നുണ്ടല്ലേ? അതെ ദീപക്കേ, നിനക്കേ ആങ്കർ മാനേജ്മെന്റ് തീരെയില്ല. ക്ഷമിക്കേണ്ടിടത്ത് ക്ഷമിക്കണം, വിട്ടുകൊടുക്കേണ്ടിടത്ത് വിട്ടുകൊടുക്കണം. അതൊക്കെയാണ് പൊളിറ്റിക്സിലെ ആദ്യ പാഠങ്ങൾ.
അതുപോലും പഠിക്കാതെ നീ എങ്ങനെ ഒരു മിനിസ്റ്റർ ആവും മോനെ? പിന്നെ മിനിസ്റ്റർ ആദ്യ അമ്മാവന്റെ മിനിസ്റ്റർ ബിയെങ്കിലും ആവാൻ പറ്റുമോ നോക്കട്ടെ, എന്നിട്ടല്ലേ മിനിസ്റ്റർ. ഇതാണ് നിന്റെ പ്രശ്നം. നിനക്കേ കോൺഫിഡൻസ് തീരെയില്ല. അതും പോരാഞ്ഞിട്ട് ഒന്ന് പറഞ്ഞ് രണ്ടിനുള്ള എടുത്തുചാട്ടം. എടാ പിന്നെ എങ്ങനെ ശരിയാകും? എന്റെ കോൺഫിഡൻസിനെ കുറിച്ച് വിട്ടേക്ക്. അമ്മ എന്ത് പണിയാന്ന് കാണിച്ചത്? ഞാൻ അമ്മാവന് ഋതികയുടെ വീഡിയോ അയച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോ അമ്മ എന്തിനാ തടഞ്ഞത്? എന്നിട്ട് എന്നെ പൊരുവേലത്തെ ഇലക്ഷൻ പ്രചരണത്തിന് പറഞ്ഞു വിട്ടു. അമ്മ എന്ത് പണിയാ കാണിച്ചേ? എടാ നീ ആ വീഡിയോ എന്നെ ഒന്ന് കാണിച്ചതാ മോനെ. ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ലല്ലോ. ഓ, അപ്പൊ അമ്മയെ ഞാൻ ആ വീഡിയോ കാണിക്കാത്തത് കൊണ്ടാണോ അമ്മാവന് ഞാൻ ആ വീഡിയോ കാണിക്കാൻ പോയപ്പോ അമ്മേനെ തടഞ്ഞത്? നീ ആ വീഡിയോ ഒന്ന് കാണിക്കച്ചക്ക.